ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 13, പാതുവായിലെ വിശുദ്ധ ആന്റണിയുടെ തിരുനാൾ. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 ആന്റണി ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഫെർണിനൻഡ് എന്നായിരുന്നു. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. 17-ാമത്തെ വയസ്സിൽ കോയിംബ്ര ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ചു പഠനം നടത്തുമ്പോൾ 5 ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതും ആഫ്രിക്കയിൽ വച്ചുള്ള അവരുടെ ധീരമായ രക്തസാക്ഷിത്വവും ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അനുകരിക്കാൻ ആന്റണിക്ക് ഉത്തേജനം നൽകി. 25-ാമത്തെ വയസ്സിൽ ആന്റണി ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു. നീഗ്രോ ജാതിക്കാർ ആന്റണിയെ തൊട്ടില്ല. സ്വദേശത്തേക്ക് മടങ്ങാൻ കപ്പൽ കയറിയ ആന്റണി കൊടുങ്കാറ്റു നിമിത്തം ഇറ്റലിയിലെത്തി. 9 മാസം എളിയ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ഫുർലിയിൽ നടന്ന ഒരു മെത്രാഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണിയുടെ പ്രസംഗ ചാതുര്യം പ്രകടമായത്. ആകസ്മികമായ പ്രസംഗത്തിന്റെ മാഹാത്മ്യം അറിഞ്ഞ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ നിയോഗിച്ചു. തെരുവീഥികളിലും കടൽ തീരത്തും നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരിക്കൽ മത്സ്യങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കാൻ ജലത്തിന് മുകളിൽ നിരയായി വന്നു നിന്നു. ഒരിക്കൽ പ്രസംഗത്തിന്റെ കുറിപ്പടി മോഷ്ടിച്ചവന്റെ നേർക്ക് ഒരാൾ വാള് ഊരിപ്പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ട് ഭയപ്പെട്ട് കുറിപ്പടി ആന്റണിക്ക് തിരികെ കൊടുത്തു. അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾ വിശുദ്ധ ആന്റണിയോട് പ്രാർത്ഥിക്കുന്നു. ആന്റണിയുടെ മുൻപിൽ വച്ച് ഒരിക്കൽ തിരുവോസ്തിയെക്കുറിച്ച് വെല്ലുവിളിച്ച യഹൂദർ കണ്ടത് കഴുത തിരുവോസ്തിയെ നോക്കി തല താഴ്ത്തി വണങ്ങുന്നതാണ്. ഒരിക്കൽ ഒരു കുടുംബനാഥൻ താക്കോൽ ദൂരത്തിലൂടെ ആന്റണിയെ നോക്കിയപ്പോൾ ദൈവമാതാവ് ഉണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഒരു വാൾനട്ട് മരത്തിൽ ചുവട്ടിൽ ഏകാന്തതയിലായിരിക്കുമ്പോൾ ആന്റണി ദിവംഗതനായി. ഏതൊന്നും ചോദിക്കാതിരിക്കുക, ഏതൊന്നും നിഷേധിക്കാതിരിക്കുക എന്ന അങ്ങയുടെ ഉപദേശം സ്വീകരിച്ച ഞങ്ങൾക്കു വേണ്ടി പാതുവായിലെ വിശുദ്ധ ആന്റണി ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.
അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.